എല്ലാ മാന്യ പ്രേക്ഷകർക്കും കേരള വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ദീപക്. പ്രധാന വാർത്തകൾ. തൃശൂർ തോക്കിൻകൂട് മൈതാനത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ കുറച്ചു ദിവസങ്ങളായി ഓൾ കേരള കുടിയൻ അസോസിയേഷന്റെ ഭീകരമായ സമരം. മുംബൈയിൽ പ്രഭാകരൻ എന്ന യുവാവ് 25 നില കെട്ടിടത്തിൽ നിന്നും ചാടി ഗിന്നസ് ബുക്കിൽ പേരെടുത്തു. ശവസംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് സ്വദേശ് വെച്ച്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുശാന്ത് കുട്ടികളുടെ ട്രൗസർ പരസ്യത്തിന്റെ ഷൂട്ടിംഗിൽ പങ്കെടുത്തു. തുടർച്ചയായ 3-ാം തവണയും ധീരതയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി തിരിച്ചു വരുന്ന വഴി മുംബൈയിൽ ഒരു യുവാവ് സ്വന്തം നിഴൽ കണ്ട് പേടിച്ച് തൽക്ഷണം പ്രതിയടഞ്ഞു. കേരളത്തിൽ ഇലക്ഷൻ തോറ്റ KDF സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ സച്ചു മാമയ്ക്ക് ഭാര്യയുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനം. സ്വന്തം ശരീരത്തിൽ കൂടി വൈദ്യുതി കടത്തിവിട്ട 110 kV ലൈനിൽ ഊഞ്ഞാലാടി അത്ഭുതം സൃഷ്ടിക്കുന്ന കറന്റ് തങ്കപ്പൻ ഇന്നലെ രാത്രി ടോർച്ചിൽ ബാറ്ററി ഇടവേ ബാറ്ററിയിൽ നിന്നും ഷോക്കേറ്റ് പിടഞ്ഞു മരിച്ചു. വാർത്തകൾ വിശദമായി. ആദ്യമായി നമുക്ക് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന കുടിയന്മാരുടെ സമരത്തിന്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വിശദാംശങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നു. സുരേഷ്, കുടിയന്മാരുടെ സമരത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹലോ, ഇവിടെ വളരെ ഉഗ്രമായ സമരമാണ് നടക്കുന്നത് തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത്. അതിന്റെ വിശദമായ വിവരങ്ങളെ കുറിച്ച് നമുക്ക് ഓൾ കേരള കുടിയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ സത്യനോട് ചോദിക്കാം. ഹലോ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്? ഞങ്ങളുടെ വീടായ ഞങ്ങളുടെ ബാർ പൂട്ടിച്ചു. ഓക്കെ, നിങ്ങൾ വളരെ ദിവസങ്ങളെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലെന്ന്. ഞങ്ങൾ കുടിക്കാറ് മാത്രമുള്ളൂ. നിങ്ങളുടെ ഈ ആവശ്യം, നിങ്ങൾ ഈ സമരം ചെയ്യുന്നതിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാം. തൃശ്ശൂരുള്ള തേക്കിൻകാട് മൈതാനത്ത് നിന്ന് കേരള വിഷന് വേണ്ടി മറുപടി. നന്ദി സുരേഷ്. ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. ആസാമിൽ തീവ്രമായ ഭൂകമ്പം. കൂടുതൽ വിശദാംശങ്ങളുമായി രമേശ് നമ്മോടൊപ്പം ചേരുന്നു. രമേശ്, എന്താണ് അവിടുത്തെ ലേറ്റസ്റ്റ് വിശദാംശങ്ങൾ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ഹലോ രമേശ്. ഹലോ രമേശ്, താങ്കൾക്ക് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ രമേശ്, അവിടെ എന്താ മഴ പെയ്യുന്നുണ്ടോ രമേശ്? ഹലോ, അവിടെ മഴ പെയ്യുന്നുണ്ടോ? എല്ലാവരും നോക്കുകയാണ്. രമേശ്, അവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ? സോറി, ഞാനൊരു മുഖ്യമായ കാര്യത്തിൽ ബിസിയായിരുന്നു. ഇത് ആസാമിൽ ഇവിടുത്തെ 2ാമത്തെ ഭൂകമ്പമാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് കണ്ടത് ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ ദൈവകൃപയാൽ ഇവിടെ കൂടുതൽ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു 20 കെട്ടിടങ്ങളും ഒരു 100 ആൾക്കാരും മാത്രമേ മരിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു കുറച്ച് ആൾക്കാരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവര് പെട്ടെന്ന് രക്ഷകരായിട്ട് തിരിച്ചു വേണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്. ഹലോ മിസ്റ്റർ, താങ്കൾ എങ്ങനെയാണ് കൂടി പോകുന്നത്? എന്റെ ഭാര്യ കാണാനില്ലേ? താങ്കളുടെ ഭാര്യ കാണുന്നില്ല? ഓ മൈ ഗോഡ്. മിസ്റ്റർ, താങ്കൾ എന്റെ ഭാര്യയും കാണാനില്ല. താങ്കളുടെ ഭാര്യ കണ്ടാലിരിക്കും. കാണാനല്ല സുന്ദരിയാ, ഐശ്വര്യയുടെ പോലെ ഇരിക്കും. ഐശ്വര്യയുടെ പോലെ ഇരിക്കും. എന്റെ ഭാര്യ കൊണ്ട് നമുക്ക് അവന്റെ ഭാര്യ അന്വേഷിക്കാം. നമ്മളിപ്പോ അടുത്തതായിട്ട് ഇവിടുത്തെ കാഷ്വാലിറ്റി പോകുന്നതായിരിക്കും. അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചറിയാം. എന്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചോ? എപ്പോഴാണ് മരിച്ചത്? ഇന്ന് രാവിലെ 11 മണിക്ക്. വീട്ടിലാരില്ല മോനെ? വീട്ടിലാണില്ല. ഒരേട്ടനുണ്ട്, ദുബായിലാണ്. ദുബായിലാണോ? വിളിക്കുമോനെ? ഹലോ ഹലോ, ഏട്ടാ, നമ്മുടെ അച്ഛൻ പോയി ആ ഭൂകമ്പത്തിൽ. അയ്യോ, അടക്കം നാളെയോ?
എനിക്ക് ഈസിയിട്ട് ഇല്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ മാസം മഴ പെയ്തപ്പോഴേ എൻ്റെ മൊബൈൽ കളഞ്ഞു വരും, നനഞ്ഞു പോയി മുഴുവനായിട്ട്. അതൊക്കെ ഇടാം, അതൊന്ന് ശരിയാക്കി ഒന്ന് പുതിയ മൊബൈലായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു മ്യൂസിക് സിസ്റ്റം ഭാര്യയ്ക്ക് പിന്നെ ഗോൾഡ് ചെയിൻ അത് മേടിച്ചോണ്ട് വരണം. പിന്നെ ഞാൻ നോക്കട്ടെ. അപ്പൊ നാളെ കാണാം. ശരി ശരി. ഓക്കെ. ഹലോ രമേശ്, അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു മിനിറ്റ്. എടാ നീ മരണം പറയാറ്. നീ എത്ര രൂപയ്ക്ക് വിളിച്ചെന്നറിയാം? എത്ര രൂപയ്ക്ക്? 250 രൂപയ്ക്ക്. എനിക്ക് ആരുമില്ല. ആരും കാണത്തില്ല. അയ്യോ, നാളെ എത്ര മണിക്കാ? നാളെ 10 മണിക്ക്. എല്ലാവരും സഹായിക്കണം. നിന്നെ എങ്ങനെ സഹായിക്കാൻ? പിന്നെ സമയം എത്രയായിട്ടോ? 8 മണിയോ? എന്തായാലും നാളത്തെ വണ്ടിക്ക് ഇടത്തിരിക്കുന്നില്ല, ഞാൻ ഓടിക്കണം. പൈസ പോയി മര്യാദയ്ക്ക് മൂത്രം ഒഴിക്കാനും പറ്റില്ല. ഹലോ രമേശ്. ദീപക്, ഇവിടുത്തെ കാര്യങ്ങൾ കേരള വിഷനായി രമേശ്. നന്ദി, നമസ്കാരം. നന്ദി രമേശ്. ഇന്ന് രാവിലെ മുംബൈയുടെ ഫിലിം സിറ്റിയിൽ വെച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുശാന്ത് കുട്ടികളുടെ ട്രൗസറിന്റെ പരസ്യത്തിൽ പങ്കെടുക്കുകയുണ്ടായി. പരസ്യത്തിന്റെ ചില രംഗങ്ങൾ നമുക്ക് വീക്ഷിക്കാം. ഞങ്ങളുടെ റിപ്പോർട്ടർ ഇത് നോട്ടമിട്ട് ഇന്റർവ്യൂ എടുക്കാൻ മറന്നില്ല. അതിന്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 2 മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് It's plastic, elastic and plastic. ഹലോ സാർ, ഞാൻ വരുന്നത് കേരള വിഷനിൽ നിന്നാണ്. സാറിന് ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ എന്താണ് പ്രേരിതമാണ്? സുരേഷ്, സുശാന്തിന് എന്താണ് സംഭവിച്ചത്? ഇവിടെ 2 ദിവസം മുമ്പ് നടന്ന ജയിക്കാൻ വേണ്ടി നടന്നിരുന്ന കളിയിൽ തോൽപ്പിച്ചതിന് അതിന് ആരാധകർ വന്ന് ആരാധന നടത്തിയതാണ്. മുംബൈയിലെ സ്റ്റുഡിയോയിൽ നിന്നും മനു, കേരള. നന്ദി സുരേഷ്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സുവർണാവസരം. ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം അയക്കുന്നവർക്ക് സുശാന്ത് പരസ്യം ചെയ്യുന്ന ഒരു ട്രൗസർ സമ്മാനമായി ലഭിക്കുന്നതാണ്. ചോദ്യം ഇതാണ്: സുശാന്ത് ഏത് ട്രൗസറിന്റെ പരസ്യത്തിലാണ് അഭിനയിച്ചത്? ചോദ്യം ഒന്നുകൂടി: സുശാന്ത് ഏത് ട്രൗസറിന്റെ പരസ്യത്തിലാണ് അഭിനയിച്ചത്? 2 ഓപ്ഷൻസ് ഉണ്ട്: എ തങ്കപ്പൻ, ബി രാജപ്പൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങൾ SMS ചെയ്ത് അറിയിക്കുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് 001A or 001B to 52777. SMS ചാർജ് വെറും 50 രൂപ മാത്രം. ഇനി ഒരു ഇടവേള. ചെറുപ്പത്തിൽ ഞാൻ വളരെ സുന്ദരനായിരുന്നു. ഈ ക്രീം യൂസ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്കും എന്നെ പോലെ ആവാൻ യൂസ് ഡാർക്ക് ആൻഡ് ലവ്ലി. ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. യൂസ് ഡാർക്ക് ആൻഡ് ലവ്ലി. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ ഈയിടെ നടന്ന ഇലക്ഷൻ തോറ്റതിനെ അനുമോദിച്ച് മുൻ മുഖ്യമന്ത്രിയും KDF സ്ഥാനാർത്ഥിയുമായിരുന്ന സച്ചു മാമയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ രഹസ്യമായി ഒരു സമ്മാനം നൽകിയുണ്ടായി. എന്ത് സമ്മാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹലോ സാർ, സാർ ഇതെന്താണ് കാണിക്കുന്നത്? താങ്കൾ ഇത് എന്താണ് കാണിക്കുന്നത്? സാർ, ഞാനൊന്നും കാണിക്കുന്നില്ല. ഹലോ സാർ, ഞാൻ വരുന്നത് കേരള വിഷനിൽ നിന്നാണ്. ഞങ്ങൾ കേട്ടുവല്ലോ സാറിന് ഇലക്ഷൻ തോറ്റതിന് ശേഷം താങ്കളുടെ ഭാര്യ എന്തോ രഹസ്യമായ സമ്മാനം തന്നോന്ന്. അതെന്താണ്? ഹലോ സാർ, എന്ത് പറ്റി? കീശയിൽ
കാശുണ്ടോ എന്ന് നോക്കിയതാണ്. എന്ത് സമ്മാനമാണ് സാറിന്റെ പത്നി സാറിന്? താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ കാണിച്ചു വളരെ രസകരമായ ഒരു സമ്മാനമാണ് അവിടെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ആ രംഗം വീണ്ടും ഒന്നുകൂടി വീക്ഷിക്കാം. സുരേഷ്, എന്ത് ശബ്ദമാണ് ഇപ്പോൾ അവിടെ കേട്ടത്? ഹലോ ദീപക്, ഇവിടെ അടുത്തുള്ള വീട്ടിലെ കുട്ടികൾ ദീപാവലിക്ക് ബാക്കി വന്ന പടക്കം പൊട്ടിച്ച് കളിച്ചതാണ്. നന്ദി സുരേഷ്. അടിമാലിയിലെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്നും സുരേഷ്, കേരള വിഷൻ. നന്ദി സുരേഷ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കൊച്ചിയിൽ തീവ്രവാദി ആക്രമണം. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രവർത്തകൻ രമേഷ് നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഹലോ രമേഷ്, അവിടെ തീവ്രവാദി ആക്രമണം ഉണ്ടായതായി കേൾക്കുന്നു. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഒന്ന് വിശദീകരിക്കാമോ? അതെ ദീപക്, ഞാനും കേട്ടു ഇവിടെ തീവ്രവാദി ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ നോക്കിയിട്ട് അങ്ങനൊന്നും കാണുന്നില്ല. നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാൻ എന്താണ് അറിഞ്ഞത്. ഹലോ ലേഡീസ്, ഞാൻ കേരളത്തിൽ നിന്നാണ്. ഇവിടെ തീവ്രവാദി ആക്രമണം നടന്നത് ഞാൻ കേട്ടു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാമോ? You are under my custody. രമേഷ്, അവിടെ ബോംബിന്റെയും വെടിയുടെയും പടക്കത്തിന്റെയും ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഹലോ രമേഷ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 2 ഓപ്ഷൻ ഉള്ളു. മരിക്കണോ ഞങ്ങളുടെ കൂടെ കൂടണോ? ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൂടാം. പക്ഷെ നിങ്ങളൊരു പുതിയ പേര് വേണമല്ലോ. ഈ കസാബും ഈ ദാവൂദും അങ്ങനെ എനിക്കൊരു നല്ല പേര് വേണം. ജമാൽ. ജമാൽ. ഹലോ. ആ ദീപക്, താങ്കൾക്ക് ഈ ശബ്ദം കേട്ടിട്ട് ഭയമൊന്നും തോന്നുന്നില്ലേ? ദീപക്, ഞാൻ പാർട്ടി മാറി ദീപക്. ഞാൻ ഗ്രൂപ്പിലെ മെമ്പറാണ്. എല്ലാ തരത്തിലും നോക്കിയാൽ ഇതൊരു നല്ല രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസുകാരെ പിടിച്ചാലും ഞാനൊരു ആഡംബരയുടെ ജീവിതമായിരിക്കും ചെയ്യുന്നത്, കസാബിനെ പോലെ. ഹലോ. ഹലോ രമേഷ്. ഹലോ. അവിടെ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഈ കാരണത്താൽ ഞങ്ങളുടെ ചാനലിൽ ഒരു വേക്കൻസി ഒഴിവ് വന്നിട്ടുണ്ട്. ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ താഴെ പറയുന്ന പ്രകാരമായിരിക്കും. പ്രസന്റേഷൻ കേൾക്കുക. 1ാം റാങ്കോടെ ലോവർ KG പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനോടെ അപ്പർ KG പാസ്സായിരിക്കണം. അതുമല്ലെങ്കിൽ പഴയ 4ാം ക്ലാസ്സും ഗുസ്തിയും പാസ്സായിരിക്കണം. കൂടാതെ അടി വരുമ്പോൾ തടി കേടാതെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ വെടികൊണ്ട പന്നി ഓടുന്ന പോലെ ഓടി തടി രക്ഷിക്കാനുള്ള കഴിവ് അഡീഷണൽ ക്വാളിഫിക്കേഷനായി പരിഗണിക്കുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നിങ്ങളുടെ വില കുറഞ്ഞ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംഭാവനകളും ഞങ്ങൾക്ക് ഇമെയിലായോ മണി ഓർഡറായോ അയയ്ക്കുക. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 0000000. നന്ദി, നമസ്കാരം.